രാഷ്ട്രീയ ഭേദമന്യേ തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷനിലെ കൗൺസിലർമാരെയും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെയും പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെയും മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെ കോർത്തിണക്കിക്കൊണ്ട് BMTV ന്യൂസ് അവതരിപ്പിക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഞങ്ങളും എന്ന പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രമുഖർക്കൊപ്പം ഞങ്ങളും എന്ന BMTV ന്യൂസിന്റെ പ്രോഗ്രാമിലേക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ആളിനെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കേരളക്കര രാഷ്ട്രീയക്കാർ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു വെള്ളനാട് പഞ്ചായത്ത്. കാരണം വർഷങ്ങളോളം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് അതിൻ്റെ സാരഥിയായിരുന്ന അതേ വ്യക്തി തന്നെ തുടർന്നും LDFിലോട്ട് മാറുകയും ആ LDFിൻ്റെ ഭരണസാരഥ്യം വഹിച്ച് ഇന്ന് വെള്ളനാട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ആ ആള് ഞങ്ങളോടൊപ്പം, ആ പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ഉണ്ട്. ആ പ്രസിഡന്റിനോട് ചോദിക്കാം എന്തായിരുന്നു ആ ഇലക്ഷനെ കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം. ഞാൻ 25 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ്, 5 വർഷം വൈസ് പ്രസിഡന്റ്, 5 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, 5 വർഷം ജില്ലാ പഞ്ചായത്തിൽ പോയപ്പോൾ 3 വർഷം കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും LDFിൽ ചേരും, CPMിൽ ചേരും, CPIM ചേരുകയും അവിടെ നിന്ന് വീണ്ടും അരുവാച്ചിറ്റി മത്സരത്തിൽ മത്സരിച്ച് അതിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷത്തിൽ 1300 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജനങ്ങളെ വിജയിപ്പിച്ചു. അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു, പഞ്ചായത്തിൽ മത്സരിച്ചു. പഞ്ചായത്തിൽ LDFിന്, CPIക്കും CPIMനും LDFിനും ഭൂരിപക്ഷം കിട്ടി. എന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി പാർട്ടി അയക്കേണ്ടതാണ് തീരുമാനിച്ചത്. ഈ 5 വർഷക്കാലത്തെ പ്രവർത്തനം കൂടെ ആകുമ്പോൾ എനിക്ക് 80 വയസ്സായി. 50 വർഷത്തെ തോക്കാത്ത ജനപ്രതിനിധിയായി മാറും. എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? ഇപ്പൊ രാഷ്ട്രീയ ജീവിതത്തിൽ 55-56 വർഷമായി. ഈ 55 വർഷത്തിൽ എത്ര കാലം വെള്ളനാട് പഞ്ചായത്തിന്റെ സാരഥിയായിരിക്കാൻ സാധിച്ചു? 35 വർഷം. 35 വർഷം. അപ്പൊ ഇതും കൂടെ ആവുമ്പോൾ 50 വർഷമാവും, 80 വയസ്സാവും. ഓക്കെ. എന്തായാലും ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ട ആള് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ കോൺഗ്രസ് ആണോ അതോ കമ്മ്യൂണിസ്റ്റ് ആണോ ഏറ്റവും നല്ല രീതിയിൽ? കാരണം താങ്കളെ സംബന്ധിച്ച് 2 പാർട്ടിയിലും പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഏറ്റവും കരുത്തുറ്റ പാർട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഏതാണ്? നമുക്ക് കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലി വേറൊന്ന്, CPIMന്റെ പ്രവർത്തന ശൈലി ഒന്നും, രണ്ട് ശൈലിയാണ്. ഇപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ പ്രവർത്തനം നടത്തിയപ്പോൾ അപ്പോഴല്ല CPMൽ. പക്ഷേ CPIMന്റെ പ്രവർത്തനം വളരെ അടുക്കിച്ചിട്ടമായി പോകുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് ഞാൻ മത്സരിച്ചതും ജയിച്ചതും ഇപ്പോൾ പ്രസിഡന്റായതും. എനിക്ക് കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി അടിത്തറയുള്ള ജനവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള പാവപ്പെട്ട് സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച പാർട്ടിയാണ്. 1957 നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഭൂരിപക്ഷങ്ങളുടെ നിയമം കൊണ്ടുവന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS. ആ ഭൂരിപക്ഷങ്ങളുടെ നിയമമാണ് കേരളത്തിലെ മാറ്റത്തിന് തുടക്കം കുറിച്ചത്. പിന്നെ വന്ന LDFിൻ്റെ ഗവൺമെൻറ് എല്ലാം ഓരോ പദ്ധതിയായിട്ടെടുക്കുകയും വന്നു. ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ ഏറ്റെടുത്ത പദ്ധതി 10 വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം അതിഭയങ്കരമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് ജനങ്ങളുടെ ജീവിത രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്, നാട്ടിലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വരെ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു. ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വിശദമായി ഞാൻ ഇപ്പോൾ അവതരിപ്പിക്കാൻ കഴിയില്ല. എങ്കിലും ഈ കേരളത്തിൽ വന്ന ഗവൺമെൻറ്റുകളിൽ ഏറ്റവും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച ഗവൺമെൻറ്റാണ്, വികസനം നടത്തിയ ഗവൺമെൻറ്റാണ്. പക്ഷേ ഈ നാട്ടിൽ മാറ്റത്തിന് തുടക്കം കുറിച്ച ആളും കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട അന്തരിച്ചുപോയ ശ്രീ EMS ആണ്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതാണ് ഈ കേരളത്തിൻ്റെ ഒരു മാറ്റം. ഭൂവുടമകളിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് പാവപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുക്കാനും അവർക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് പിന്നെ വന്ന ഒരു ഒട്ടനവധി ഗവൺമെൻറ്റുകളുടെ പദ്ധതികളിൽ എല്ലാം ഇതാണ് വലിയ നേട്ടമായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഭരണകാലത്ത് വെള്ളനാട് പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണകാലത്ത് നിരവധി വിഷയങ്ങൾ ഞങ്ങൾ ചാനലുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിലും കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ്? അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ഓരോരുത്തർ ഉണ്ടാക്കി വെച്ചതാണോ? അത് എന്താണ് അതിനെക്കുറിച്ച്? അത് കോൺഗ്രസിനകത്തുള്ള കോൺഗ്രസിനെ ഈ പഞ്ചായത്ത് വളർത്തിയെടുത്തത് ഞാനാണ്. എൻ്റെ സമ്പത്തും എൻ്റെ ആരോഗ്യവും എൻ്റെ സമയവും എല്ലാം ഈ പാർട്ടിക്ക് വേണ്ടി ചിലവാക്കി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ്.
അതിൻ്റെ അംഗീകാരം എനിക്കുണ്ട്. അന്നുമുണ്ട്, ഇന്നും അതുണ്ട്. അപ്പോൾ ആ പാർട്ടിക്കകത്തുള്ള ആളുകളാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ജയിലിലിടുകയും എന്നെ അല്ലാതെ പലതരത്തിൽ ഉപയോഗിക്കുകയും ചെയ്തതാണ്. അതിനുള്ള നേതൃത്വം കൊടുത്തതും എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നടപടി സ്വീകരിച്ചതെല്ലാം പാലൂർ രവിയാണ്. അദ്ദേഹം ഈ പാർട്ടിയെ, കോൺഗ്രസ് എന്ന പാർട്ടിയെ വെള്ളനാട് നശിപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് 4 സീറ്റാണുള്ളത്. അടുത്ത പ്രാവശ്യം ഒരു സീറ്റും കിട്ടാത്ത പാർട്ടിയായി കോൺഗ്രസ് കൂടെ പതിക്കും. അപ്പോൾ അതാണ് ശരി. അപ്പോൾ എന്തായാലും ഭരണത്തിൽ ആയതിനു ശേഷം ഇപ്പോൾ ഇടയ്ക്കൊരു സെക്രട്ടറിയുമായിട്ടൊരു വിഷയം നടന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഒരു വിഷയത്തിനുള്ള കാരണം എന്തായിരുന്നു? ആ സെക്രട്ടറി SC വിഭാഗത്തിൽപ്പെട്ട ആളാണ്, അത് ഞാൻ ബഹുമാനിക്കുകയാണ്. പക്ഷേ ആ സെക്രട്ടറി പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ദോഷകരമാണ്. ഏകദേശം 12 ലക്ഷം രൂപ അവിടെ ജോലി ചെയ്യാതെ ജീവനക്കാർക്ക്, ഈ പാർട്ട് ടൈം ജീവനക്കാർക്ക് കൊടുത്ത അത് കണ്ടുപിടിച്ച് അത് നടപടി സ്വീകരിച്ചപ്പോൾ ആ നടപടിക്കെതിരായി കോടതിയിൽ പോവുകയും അവരെ കൊണ്ട് കോടതിയിൽ പോവുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതാണ്. എൻ്റെ വാഹനം പഞ്ചായത്ത് ദിവസം സത്യപ്രതിജ്ഞ എൻ്റെ വാഹനം വഴി തടഞ്ഞ സെക്രട്ടറിയാണ്. എന്തായാലും ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം, ആ സെക്രട്ടറി പ്രവർത്തനം അഭികാമ്യമല്ല. അടിയന്തരമായി ആ സെക്രട്ടറി ഇവിടെ നിന്ന് മാറ്റുന്നതിനും ഇത് നല്ലൊരു സെക്രട്ടറിയെ കൊണ്ടുവച്ച് 5 വർഷക്കാലം ഈ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ല ഭംഗിയായി പ്രവർത്തിക്കുന്ന, ഒരുപാട് അപാകത ഉള്ള എല്ലാം തിരുത്തി ഭംഗിയായി കൊണ്ടുപോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റായി, പഞ്ചായത്ത് കമ്മിറ്റി നയിക്കുന്ന ആളായി ഞാൻ മാറപ്പെടും എന്ന കാര്യം സംശയമില്ല. എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു കരിങ്കുറ്റി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആ ഒരു മീറ്റിംഗ് ഞാനും കണ്ടതാണ്. അപ്പോൾ അതിൽ നമ്മുടെ സഹോദരങ്ങൾ പല കാര്യങ്ങളും, സഹോദരിമാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ശശി എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റിന്റെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ വെള്ളനാട് പഞ്ചായത്തിൽ ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ്, ഇതെല്ലാം ചെയ്തു തീർക്കുക, അത് എന്താണ് അതിനെക്കുറിച്ച്? 5 വർഷം കഴിഞ്ഞ് എൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനവും പുരോഗതിയും എല്ലാ രംഗത്തും, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആളുകളുടെ സാമൂഹിക മാറ്റത്തിനും മയക്കുമരുന്നിനും പന്നികളെ കൊല്ലുന്നതിനും പട്ടികളെ പിടിച്ച് കൂട്ടിലിടുന്നതിനും ഒക്കെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ അവശേഷിക്കുന്ന കാര്യങ്ങളിൽ പരമാവധി ചെയ്ത് പൂർത്തിയാക്കി ആളുകളെ ബുദ്ധിമുട്ടുകൾ മാറ്റി. പിന്നെ അതുപോലെ തന്നെ മദ്യം മയക്കുമരുന്നൊക്കെ ചെറുപ്പക്കാരെ അതിൽ നിന്നൊക്കെ തിരുത്തിച്ച് മദ്യവും മയക്കുമരുന്നെല്ലാം ചെറുപ്പക്കാരനെ അകറ്റിയെടുക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടി ഈ കൂട്ടത്തിൽ കൂടി പഞ്ചായത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒട്ടനവധി പ്രവർത്തനം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സ്ത്രീജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അവർ മക്കളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മക്കൾ വഴിതിരിഞ്ഞ് പോകാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ എല്ലാം കുടുംബശ്രീ വഴി അത് ചർച്ച നടപ്പിലാക്കും. അതിനാവശ്യമായ എല്ലാ സംവിധാനവും പഞ്ചായത്തിലുണ്ടാകും. ഓക്കെ, എന്തായാലും വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. എന്തായാലും BMTV ന്യൂസിൻ്റെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തിരുവനന്തപുരം ജില്ലയിലെ കോർപ്പറേഷനിലെ കൗൺസിലർമാരെയും മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാരെയും പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെയും മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെ കോർത്തിണക്കിക്കൊണ്ട് BMTV ന്യൂസ് അവതരിപ്പിക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഞങ്ങളും എന്ന പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു.